ചുമ്മാ ഇവിടെ പോയിട്ട് വീഡിയോ ഒക്കെ ലിമിറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ജാസസ് കോർണർ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ എന്നെ കുറിച്ചൊരു ബ്രീഫ് ഞാനിതുവരെ തന്നിട്ടില്ല. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ശരിക്കും വീട് കണ്ണൂരാണ്. ഞാൻ മാരീഡാണ്. എനിക്കൊരു ബേബി ഉണ്ട്. ബേബി ഇപ്പോൾ 10 months ആയിട്ടേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ പേര് സനീഷ്, പുള്ളി നാട്ടിലാണ്. പിന്നെ ബേബിക്ക് ഇട്ടിരിക്കുന്ന പേര് റയാൻ എന്നാണ്. ബേബിയുടെ ഞങ്ങൾ വിളിക്കുന്ന പേര് മാത്തൻ എന്നാണ്. അപ്പോൾ ഇവിടെ കുറേ പേര് എന്നെ അറിയപ്പെടുന്നത് മാത്തൻ്റെ അമ്മ എന്നുള്ള പേരിലാണ്, പിന്നെ കുറേ പേര് ജാസ്മിൻ എന്നുള്ള പേരിൽ. ഇന്ന് ആക്ച്വലി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോകണല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് ഉറങ്ങി എണീറ്റ് റെഡി ആകാനൊക്കെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കോള് വന്നത്, നിനക്ക് ഓഫ് വേണമെങ്കിൽ എടുത്തോന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഓഫ് വേണമെന്ന്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിക്കും എന്ത് ചെയ്യാനാ, ഇവിടെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഓഫ് എടുത്തിട്ട് ബോറടിച്ച് ഭയങ്കര ഡിപ്രഷൻ ആകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ എൻ്റെ അമ്മനെ വിളിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ലൈക്ക് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, പുറത്ത് പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, എല്ലാവരും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വൈകുന്നേരം 7:18 ആയിട്ടുണ്ട്. 7:15 പോകുന്നതാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാനും കുറച്ച് ലേറ്റായി. വണ്ടി 7:30 ആകുമ്പോഴേക്കും വരുമായിരിക്കും. ഐശു, നമ്മൾ എവിടെ പോവാ? எங்க போறோம் தெரியாதா? தெரியாது. அப்ப என்ன நினைச்சு இறங்கி வந்தாச்சு? நீ எங்க கூப்பிட்டு போறதா എങ്ക വേണാലും വരുവേന്ന്. ഞാൻ ആക്ച്വലി ഇവളോട് പറഞ്ഞു നമുക്ക് പുറത്ത് പോകാൻ. അപ്പൊ അവളെ എവിടെയാന്നൊന്നും ചോദിക്കുന്നില്ല, വരാം റെഡിയായി. എന്തായാലും പോയി നോക്കാം. ഇട്ട വീഡിയോ ഒക്കെ ലിമിറ്റഡ് ആയിട്ട് അതിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇല്ല, ഡിലീറ്റ് ചെയ്തില്ല. എന്നാ പറ്റിയാലും നമ്മളങ്ങനെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, അത് നെഗറ്റീവ് ആകുമെന്നാ പറയുന്നത്. സോ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. എന്നാ ഇല്ല 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 ഇല്ല, അവര് ആൾക്കാരിലോട്ട് അത് എത്തിക്കുന്നത് കുറയ്ക്കും. എന്നതാ? അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തിയാനെ? അയ്യോ, അത് പോലീസിന്റെ വണ്ടിയാണോ ആ മുന്നിൽ പോന്നെ? പിന്നെയോ ആംബുലൻസോ? சைலண்டா வரதுக்கு எதுக்கு நான் இது பண்ணி வச்சிருக்கேன். ഫോണിലാ ഉള്ളത് എന്ന് വെച്ച് ഫുൾ ടൈം ഇണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇതുപോലത്തെ ക്യാമറ റോളിങ്ങാ, അതറിയത്തില്ലായിരുന്നോ? നിങ്ങളുടെ ഓരോ സംസാരത്തിലും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈച്ച് ഓഫ് യുവർ വേർഡ്സ് ആർ കൗണ്ടഡ്. നമ്മള് പുറത്തു പോയിട്ട് എത്ര നാളായി അല്ലേടി ഐശു? എന്താ ഇതാണ് പ്രശ്നം, നിന്നെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവരുടെ കൂട്ടത്തിൽ പോകുമ്പോ. എങ്ക ഇருக்கு എവിടെ പോയിന്നല്ല, എങ്ക ഇருக்கு. നീ സിനിമ കാണാൻ പോകുന്നില്ലേ? സിനിമ കാണാൻ പോകുന്നില്ലേ? വിജയുടെ സിനിമ നീ റിലീസ് ആകലേ? എപ്പോഴാ റിലീസ് ആവുന്നത്? സൗദിയില് റിലീസ് ആകല, ഇന്ത്യയില് റിലീസ് ആയിச்சு, എല്ലായിടത്തും റിലീസ് ആയിச்சு. സൗദിയിல மட்டும் റിലീസ് ആകല. ആകാതാ? ആകാതാ ஆகும், ஏதோ ஒரு ப்ராப்ளம் இருக்கு போல. சரி சரி. என்னமோ சொல்றாங்க അവരല്ലേ? എന്നതാ? ആമാ, ഞാൻ തമിഴില് தான் பேசுறேன். இப்படிதான். என்ன சொல்லுறீ? தெரியாது, அதனால கொஞ்சம் பேசிட்டாளா? எனக்கு எதுவும் புரியல. இது புரியுதா? என்ன மாதிரி சும்மா தலையாட்டிட்டு இருக்காது, புரியல, என்னால சொல்லிடு சரியா? சரிங்க. இவ்வளவு வேகமா தமிழ் பேச தெரியுமா? நோ இஷ்யூஸ். கட் பண்ணிக்கோ. என்னடா திருட்டு மூஞ்சி. திருட்டு மூஞ்சி.
திருட்டு மூஞ்சி சைடாயி சும்மா ഇവിടെ கொஞ்சம் மட்டும் அதுக்கப்புறம் മാറ്റി അഡ്വഞ്ചർ വേൾഡ് നമ്മൾ ഉദ്ദേശിച്ച അഡ്വഞ്ചർ വേൾഡ് ഇതാണ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നു. നോക്കാം. നല്ല ലേറ്റ് ആയി പോയി. 6 മണിക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാന്നല്ലേ. ഇവിടുന്ന് കാണുമ്പോഴേ എത്തുണ്ടാവുള്ളൂ. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വെളിച്ചുണ്ടാവും. റോബോട്ടിക് മോഡ്. ഇങ്ങനെ ഇവർ ഓരോ ബൈക്ക് ഇവിടെ വെച്ചിട്ടില്ല. ഇപ്പം ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഉള്ളതിലോട്ട് പോകണം. ആദ്യം എത്രയാ പറഞ്ഞത്? 90. ആദ്യം 90, പിന്നെ 50, ലാസ്റ്റ് എത്തിയപ്പോ അവര് 25-നൊക്കെ ഓക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ ചെയ്തിട്ടൊന്ന് കേൾപ്പിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഒരു ഡിപ്രസ്ഡ് മൈൻഡായിരിക്കും. ലൈക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു, ഇങ്ങനെ തന്നെ റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ലേ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് മൈൻഡ് റിലാക്സ് ചെയ്യാൻ, ഒന്ന് ഫ്രഷപ്പ് ആകാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കൂടുതൽ ആൾക്കാരും ബഹളവും ഒന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു വേൾഡിലോട്ട് ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് അല്ലേ. നാട്ടിലൊക്കെ ഇങ്ങനെ 2 വീലറൊക്കെ ഓടിച്ച് ചെത്തി നടന്നിരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് അതൊന്നും പറ്റാതെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ ഓവർകം ചെയ്ത് ലൈക്ക് നമ്മളൊരു 2 വീലറിലൂടെ കറങ്ങി നടന്നൊരു ഫീലൊക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റിനേക്കാളും കൂടുതൽ നല്ല ലൈറ്റുള്ള ഡേ ടൈമാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഇനഫായിട്ട് ലൈറ്റിങ്സ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതത്ര വിസിബിൾ ആയിരിക്കത്തില്ല. അപ്പം നന്നായിട്ട് ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലൊന്നും അടിച്ച് നമ്മൾ ടാൻ ആകത്തില്ല. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നൈറ്റാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സും കൂടി ഉണ്ട്. പക്ഷേ എനിവേ എനിക്ക് നൈറ്റാണ് പോയതെങ്കിലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോസൊക്കെ അത്ര ക്ലിയർ ആയിട്ടും അടിപൊളിയായിട്ടും എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ സോളിനെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയത്തില്ലേ, അതുപോലെ ഇച്ചിരി എൻജോയ് ചെയ്യാൻ പറ്റി, മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റി. ആ ഒരു ഡിപ്രസീവ് മൂഡൊക്കെ അങ്ങ് മാറി ഒന്ന് ചില്ല് ചെയ്തു, ഒന്ന് ഫ്രഷപ്പ് ചെയ്തു മൈൻഡിനെ. ഇങ്ങനെ ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ലൈക്ക് എൻ്റെ കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ടുള്ള എൻ്റെ കംഫർട്ട് സോണിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ വേറൊരു തരത്തിൽ റിലാക്സ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഈ സ്പോട്ടും ഒരു അടിപൊളി പ്ലേസാണ്.
അങ്ങനെ ഹാഫ് ആൻ അവറിലെ ഒരു ഫണ്ണി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. വി എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് നോക്കട്ടെ. എല്ലാവരെയും കണ്ടിട്ട് അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. അയ്യോ, ഐഷു ഇനി എൻജോയ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും സീ യു ഗൈസ്. പിന്നെ ഞങ്ങൾ ഈ പോയ റൈഡിന് ഹാഫ് ആൻ അവറിലേക്ക് 25 റിയാലായിരുന്നു പെർ ഹെഡ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും മോർ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ.